ടോപ്പേഴ്സ് ടോക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. CUT എക്സാമിനേഷൻ എഴുതി ഐക്കർ വഴി പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെത്തിയ അനഘയാണ് നമ്മോടൊപ്പം ചേരുന്നത്. CUT പ്രിപ്പറേഷനെ കുറിച്ചും എൻട്രൻസ് എക്സാമിനേഷൻ്റെ ജേണിയെക്കുറിച്ചും അഗ്രികൾച്ചർ കോഴ്സിനെ കുറിച്ചുമെല്ലാം അനഘ നമ്മോട് സൂം ലൈവിൽ സംസാരിക്കുകയാണ്. അനഘ, സ്വാഗതം. അനഘയുടെ ഒരു എൻട്രൻസ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷനെ കുറിച്ചും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷന്റെ ഒരു ജേണിയെ കുറിച്ചും ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, ഞാന് CUT എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വരുന്നത് ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അതിനു മുന്നേ എനിക്ക് BSc അഗ്രികൾച്ചർ എടുക്കണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഐക്കർ എക്സാമിനേഷനെ പറ്റിയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നീറ്റ് എക്സാമിനേഷനും നമ്മുടെ കേരളത്തിൽ BSc അഗ്രികൾച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നീറ്റ് എക്സാമിനേഷനും വഴി എടുക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ രണ്ടിനും നോക്കിയിട്ടുണ്ടായിരുന്നു, നീറ്റും ഐക്കറും. അതിനുശേഷമാണ് ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഐക്കർ എക്സാം അല്ല BSc അഗ്രികൾച്ചറിന് ഓൾ ഇന്ത്യ ലെവലിലുള്ളത് CUT എക്സാം ആണ് ഉള്ളത് എന്നറിയുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു 1 മന്ത് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു CUT പ്രിപ്പറേഷന്. ഞാൻ ജസ്റ്റ് ക്രാഷ് കോഴ്സ് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തു. ഒപ്പം തന്നെ ഞാൻ +1 എജുപോർട്ടിലും ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നീറ്റിൽ എനിക്ക് 550 എബോവ് ഉണ്ട് സ്കോർ. പിന്നെ CUT-യിൽ എനിക്ക് 524 ഔട്ട് ഓഫ് 600 സ്കോർ കിട്ടി. അപ്പൊ ഇതായിരുന്നു എന്റെ ജേണി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ CUT എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ഐക്കർ അഗ്രികൾച്ചർ തന്നെ എടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണോ എഴുതിയിട്ടുള്ളത്? ആ സ്വഭാവത്തിൽ തന്നെയാണോ എഴുതിയത്? അതെ, ഞാൻ ആദ്യം തന്നെ ഐക്കർ CUT കിട്ടിക്കഴിഞ്ഞാൽ ഐക്കറിലോട്ട് തന്നെ പോകണം എന്നൊരു പ്ലാനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് എനിക്ക് +2 കഴിഞ്ഞപ്പോ തൊട്ടേ BSc അഗ്രികൾച്ചർ എടുക്കണം എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് അങ്ങനെ അഗ്രികൾച്ചറിനോട് ഇത്ര താല്പര്യം തോന്നാനുള്ള കാരണം? സാധാരണ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കോമ്പിനേഷനിൽ പഠിച്ച ആളുകൾക്ക് മറ്റു പല ഓപ്ഷൻസും സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇപ്പോഴും അത്ര എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു കോഴ്സ് കൂടിയാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അഗ്രികൾച്ചറിനോട് ഇത്ര താല്പര്യമുള്ള ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആളാണോ? എന്താണ്? കൃഷിയോട്, അഗ്രികൾച്ചറിനോട്, പിന്നെ പ്ലാന്റ്സ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്റെ അച്ഛനൊരു ഫാർമർ ആയിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് ആ ഒരു അഗ്രികൾച്ചർ ഇതിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ. പിന്നെ മെഡിക്കൽ ഫീൽഡിനോടും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിസർച്ച് ഫീൽഡ് പോകണം, അങ്ങനെയായിരുന്നു ഡ്രീം ഉണ്ടായിരുന്നത്. അഗ്രികൾച്ചർ എടുക്കണം, അതിൽ റിസർച്ച് ഫീൽഡ് പോകണം, പ്ലാന്റ് സയൻസ് അതിനെ പറ്റി പഠിക്കണം, അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. കഴിഞ്ഞ 2023 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി സമയത്ത് അനഘ എവിടെയായിരുന്നു? ഇപ്പോൾ 2024 ഒക്ടോബർ 2 അനഘ എവിടെയാണുള്ളത്? അതൊന്ന് ഷെയർ ചെയ്യൂ. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ എയിം ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റി ആണത്. ഞാൻ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ച 2-3 യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു ടോപ്പ് ലിസ്റ്റിൽ. ഒന്ന് IARI ആയിരുന്നു, പക്ഷെ അതെനിക്ക് എനിക്ക് ലഭിച്ചില്ല. അതെനിക്ക് എന്റെ റാങ്ക് കുറച്ച് ഡിഫറൻസ് വന്ന കാരണം എനിക്ക് കിട്ടിയില്ല. പിന്നെ പഞ്ചാബ്, പിന്നെ IARIയുടെ സബ് ക്യാമ്പസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെക്കാട്ടും കൂടുതൽ കൊടുത്തത് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഞാൻ കൊടുത്തത്. എനിക്ക് കൊടുത്ത സെക്കൻഡ് ഓപ്ഷൻ തന്നെ എനിക്ക് ലഭിച്ചു. പഞ്ചാബ് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. പഞ്ചാബിൽ ലുധിയാനയിലാണ് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയ സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഗതി? ഞാൻ ചൂസ് ചെയ്തത് ഒരിക്കലും തെറ്റിയില്ല എന്ന് തോന്നി. പിന്നെ എനിക്ക് നോർത്ത് എക്സ്പ്ലോർ ചെയ്യണം, നോർത്തിലോട്ട് വരണം. അഗ്രികൾച്ചർ കുറച്ചും കൂടി കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കേരളത്തിൽ പഠിച്ചാൽ പോലെ, കേരളത്തിലല്ലേ കൂടുതൽ ഇതുള്ളത്. പക്ഷെ അപ്പോഴും മെയിൻ ആയിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത് പഞ്ചാബിലാണ്. അതേപോലെ തന്നെ അപ്പോ ആ ഒരു അതിൽ നിന്ന് തന്നെ തുടങ്ങണം, അതിൽ നിന്ന് തന്നെ പഠിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പുതിയ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ കൊടുത്തു. ഓക്കെ, ക്യാമ്പസിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ? ക്യാമ്പസ് എങ്ങനെയാണ്? എത്ര വലിയ ക്യാമ്പസ് ആണ്? അതുപോലെ തന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ. ക്യാമ്പസ് ഏകദേശം 5000 ഏക്കർ വരുന്ന ഒരു ക്യാമ്പസ് ആണ് ഇവിടെ ഉള്ളത്. ഇതുവരെ ഫുള്ള് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും ഇവിടെ ഒരുപാട് ഇതുണ്ട്, സെക്ഷൻസ് ഉണ്ട്.
അപ്പോ ഞാൻ കോളേജ് ഓഫ് അഗ്രികൾച്ചറിലാണ്, BSc അഗ്രികൾച്ചർ, അതേപോലെ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, കോളേജ് ഓഫ് ബേസിക് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, അങ്ങനെ ഒരുപാട് കോളേജുകളുണ്ട്. പിന്നെ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് കോളേജസ് ഉണ്ട്. അപ്പോ ഇതുവരെ ഫുൾ ഓഫ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കണ്ടുവരുന്നേ ഉള്ളൂ. ഓക്കെ, അനക്കയുടെ കൊളീഗ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ, കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ എവിടെ നിന്നൊക്കെ ഉള്ള ആളുകളാണ്? പരിചയപ്പെടലൊക്കെ കഴിഞ്ഞോ? എത്ര എത്ര ആയി അവിടെ എത്തിയിട്ട് ഇപ്പോ? ഞാനിപ്പോ എത്തിയിട്ട് 10 ദിവസമായിട്ടേ ഉള്ളൂ. കൂടെ പഠിക്കുന്നത് മോസ്റ്റ് ഓഫ് ദം പഞ്ചാബീസ് ആണ്. പഞ്ചാബീസ് ഞാനിങ്ങനെ പഠിച്ചു വരുന്നുണ്ട് ചെറുതായിട്ട് ലാംഗ്വേജ് ഒക്കെ. പക്ഷെ എനിക്ക് ഹിന്ദി അധികം അറിയില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൊത്തം ഇംഗ്ലീഷിലാണ്. ഹിന്ദി എനിക്ക് അത്ര ഇതല്ല. പിന്നെ ഇവര് സംസാരിക്കുന്ന ഹിന്ദി പ്ലസ് പഞ്ചാബി മിക്സഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അവർ ഇംഗ്ലീഷിൽ നമ്മളോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹരിയാനയിലെ ഒരു കുട്ടിയുണ്ട്. പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, ഫ്രം ആഫ്രിക്ക, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഇതിനെ പറ്റി പഠിക്കാൻ പറ്റും. മീൻസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാരിനെ കുറിച്ചിട്ട് ഒക്കെ അറിയാൻ നമുക്ക്. അപ്പോൾ വലിയൊരു എക്സ്പോഷറാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. നമ്മൾക്ക് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കൂടെ പഠിക്കാൻ പറ്റുക, അതുപോലെ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ വിവിധ സംസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണ രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. എന്താണ് അവിടെ എത്തിയപ്പോൾ ഭക്ഷണത്തെ കുറിച്ചൊക്കെ എന്താണ് തോന്നുന്നത്? എന്തൊക്കെയാണ്? ദാലൊക്കെ പരിചയപ്പെട്ടു തുടങ്ങിയോ? ഭക്ഷണം മെയിൻലി ഇവിടെ പൊറോട്ട, പിന്നെ ഇവിടുത്തെ റൊട്ടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും ഗോതമ്പ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ചാവലുണ്ട്, നമ്മുടെ സാധാ റൈസ് ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ഇവിടുന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നോർത്ത് ഇന്ത്യൻസിന്റെ ഫുഡൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണ്. മേ ബി പുതുതായി കഴിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡും കാര്യങ്ങളും. ഓക്കെ, ഓക്കെ. കൂടുതൽ യൂണിവേഴ്സിറ്റിയുടെ മറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? ഈ പറയുന്ന ഫെസിലിറ്റീസ് എന്നുള്ള സ്വഭാവത്തിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സുകൾ പുറമേയുള്ള സംഗതികൾ എന്തൊക്കെയാണ് ഉള്ളത്? എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സമയം കിട്ടിയിട്ടുണ്ടോ? സമയം ഇപ്പൊ 10 ദിവസമായി വന്നിട്ടേ ഉള്ളൂ. അഡ്മിഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഇതിലായിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് ഒരു 5 ദിവസം ക്ലാസ്സേ കിട്ടിയിട്ടുള്ളൂ. യൂണിവേഴ്സിറ്റിയുടെ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ക്ലാസ് ഒക്കെ ഡിജിറ്റൽ ബേസ്ഡ് ആണ്. പിന്നെ പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഫുൾ ഓഫ് ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുക. നന്നായി മനസ്സിലാവും എടുക്കുന്നതൊക്കെ. ഓവറോൾ നല്ല അടിപൊളിയാണ്. പൊതുവെ നമ്മുടെ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് നേരത്തെ ഭക്ഷണത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് കാലാവസ്ഥയെ കുറിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാറുണ്ട്. എന്താണ് ഒരു കാലാവസ്ഥയെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇപ്പൊ എന്ത് കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്? ഇപ്പൊ ഇവിടെ സമ്മർ ആണ്. പക്ഷെ ഇപ്പൊ ഇവിടെ അത്ര ഹെവി സമ്മർ അല്ല. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വിന്റർ വരുമ്പോ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും സൗത്ത് ഇന്ത്യൻസിനാണ് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൊതുവെ. കാരണം നമുക്ക് ഷിവറിങ് വരും, അത്രയും തണുപ്പായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ 2 ടൈപ്പ് ഓഫ് സമ്മർ ഉണ്ട് എന്നാണ് കേട്ടത്. ഒന്ന് മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സമ്മറും മറ്റേത് ഡ്രൈ സമ്മറും. ഇപ്പൊ ഡ്രൈ സമ്മർ നമുക്കൊന്നും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ലേറ്റർ നമ്മൾ ഓക്കെ ആയിരിക്കും, അങ്ങനെ അറിഞ്ഞു. പിന്നെ വിന്ററിലാണെങ്കിലും അത് എക്സ്ട്രീം ടൈപ്പ് ഓഫ് തണുപ്പാവും ഇവിടെ. അപ്പോ ഒരു സൗത്ത് ഇന്ത്യൻസിനെ ബേസ് ചെയ്തിടത്തോളം നമുക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന അറിയില്ല. പക്ഷെ അ- ശരിയാവും. അതെ, അതെ. അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നത്. അതെ. നമ്മള് പിന്നെ ഈ പഠനത്തിന്റെ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാല് എങ്ങനെയായിരുന്നു ഒരു ഐക്കർ ഫോക്കസ് ചെയ്ത് CUT എഴുതുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എന്ത് എന്ത് സ്ട്രാറ്റജിയാണ് അനക്ക് എടുത്തിട്ടുള്ളത്? പഠിത്തം, പഠിത്തത്തിന്റെ സ്വഭാവം ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യോ? കൂടുതൽ ഞാൻ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യായിരുന്നു. മെയിൻലി ക്വസ്റ്റ്യൻസ് ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും വർക്ക്ഔട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഫിസിക്സിലാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫിസിക്സ് എനിക്ക് അറിയാവുന്ന ചാപ്റ്റർ നന്നായി എടുത്ത് പഠിച്ചു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് അറിയാവുന്ന ചാപ്റ്റർ നന്നായി എടുത്ത് പഠിച്ചു. അതിൽ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഐക്കറിന്റെ നോക്കിയിരുന്നത്. പിന്നെ കൂടുതലും അവിടെ തന്നെ ഏജ് കൂടുതൽ തന്നെ കുറെ എക്സാംസ് കണ്ടക്ട് ചെയ്യായിരുന്നു. അപ്പൊ ആ എക്സാംസ് ഒക്കെ എഴുതുമായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് CUET-ക്ക്. അപ്പൊ ആ ഓൺലൈൻ ക്ലാസ്സുകളിൽ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതിന്റെ സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ CUET എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചും കൂടെ എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു.
അപ്പൊ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കാണുക എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എടുത്ത് എഴുതുകയും എങ്ങനെയാണ് അത് റിപ്പീറ്റ് ചെയ്തെന്നുള്ള ഒരു സ്വഭാവം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന ടൈപ്പ് ഒന്നും ആയിരുന്നില്ല. കുറച്ചു നേരം പഠിക്കും, പഠിച്ചത് നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ റെസ്റ്റ് എടുത്ത് അങ്ങനെ റിലാക്സ് ആയിട്ട് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കും, പിന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യും. ഫിസിക്സ് എനിക്ക് മുന്നേ കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞാൻ കൂടുതലും ചെയ്തിരുന്ന ബയോളജി ആൻഡ് കെമിസ്ട്രി മാക്സിമം സ്കോർ ചെയ്യുന്ന രീതിയിലാണ് കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫിസിക്സ് എനിക്ക് പറ്റുന്ന പോലെ ഉള്ള ചാപ്റ്റേഴ്സ് എടുത്തിട്ട് അത് നന്നായി പഠിച്ചു. ഓക്കെ, അപ്പൊ ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് അതിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഫിസിക്സും കെമിസ്ട്രിയും മാത്തമെറ്റിക്സും ബയോളജി എന്നുള്ള കോമ്പിനേഷനിലല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നത്? ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 3 ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ഉണ്ട്. ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, പിന്നെ ഫിസിക്സ് കെമിസ്ട്രി അഗ്രികൾച്ചർ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചൂസ് ചെയ്തിരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതിനനുസരിച്ച് ചൂസ് ചെയ്യാം. BSc അഗ്രികൾച്ചർ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഐക്കർ കൗൺസിലിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ PCMB അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആണ്. PCB, ABC അല്ലെങ്കിൽ PCM, ആ ഒരു കോമ്പിനേഷൻ. ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അഗ്രികൾച്ചർ എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ സമയത്ത് എന്താണ് രക്ഷിതാക്കളുടെ, വീട്ടുകാരൊക്കെ അടുത്ത് നിന്നുള്ള ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അഗ്രികൾച്ചർ എടുക്കാൻ. പിന്നെയും ചെറുതായിട്ട് അമ്മയ്ക്ക് മെഡിക്കൽ ഫീൽഡ്, അമ്മയ്ക്ക് ചേച്ചിക്കും മെഡിക്കൽ ഫീൽഡിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ചേച്ചിക്കായിരുന്നു കൂടുതലുണ്ടായിരുന്നു മെഡിക്കൽ ഫീൽഡിനോട്. മെഡിസിൻ മീൻസ് മാക്സിമം നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു മെഡിസിന് വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞ ആ ഒരു ഇതുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയ്ക്കും CUET സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. മേ ബി അതുകൊണ്ടായിരിക്കും. ഒരു ഐക്കറിന് വേണ്ടി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു BSc അഗ്രികൾച്ചർ സീറ്റിന് പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഇത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഞാന് പഠിച്ചത് ഓക്കെ, എനിക്ക് ചേച്ചി പറഞ്ഞു ഇങ്ങനെ മാക്സിമം സ്കോർ ചെയ്യും, എന്നിട്ട് നമുക്ക് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാലോ, അങ്ങനെ പറഞ്ഞു. അപ്പോ എനിക്ക് തോന്നി ഓക്കെ, നമുക്ക് നന്നായി നോക്കാമെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ടോപ്പ് കോളേജിൽ എത്താൻ പറ്റിയത്, ഇത്രയും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പറ്റിയത് ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടാണ്. അപ്പൊ വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്റെ തീരുമാനമാണ് അൾട്ടിമേറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ അവർ പറഞ്ഞിരുന്നു. പിന്നെ ഓക്കെ ഓക്കെ, എപ്പോഴും നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് പഠിക്കണം, എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതൊക്കെ. കാരണം നമ്മുടെ കൂടി താല്പര്യവും ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആസ്പിറേഷനും നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡും വെച്ചുകൊണ്ട് തന്നെയാണല്ലോ പഠനം മുന്നോട്ടേക്ക് പോകുന്നത്. ഈ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ റിപ്പീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ പോലും നമുക്ക് കുറെ സ്വഭാവത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതിനൊക്കെ എങ്ങനെയാ മറികടന്നിട്ടുണ്ടായിരുന്നത് പഠന സമയത്ത്? ഡിസ്ട്രാക്ഷൻ മെയിൻലി ഒരു ബുക്കിൽ എഴുതി വെക്കുകയായിരുന്നു. ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ട് ഒരുപാട് വട്ടം. ഡിസ്ട്രാക്ഷൻസ് വന്നാൽ നമ്മള് വീണ്ടും അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് നോക്കുക. പക്ഷെ ഞാനൊരു ഡിസ്ട്രാക്ഷനിൽ വീഴുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. കുറെ വട്ടം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയാ, പിന്നെ നമ്മൾ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ബോധം വന്നു കഴിഞ്ഞാൽ തിരിച്ച് ബാക്ക് ദ ട്രാക്ക് കയറും. വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നാൽ ഓക്കെ, ഇത് മുന്നത്തെ പോലെ എന്തെങ്കിലും പ്രശ്നമാവും, ഓക്കെ പാടില്ല എന്ന് അപ്പൊ തന്നെ ഇതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആ ട്രാക്കിലൂടെ തന്നെ പോകാൻ ശ്രമിക്കും. പിന്നെ എനിക്ക് ഇങ്ങനെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ അലർജി ബേസ്ഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോ അത് കാരണം എനിക്ക് ലാസ്റ്റ് ടൈമിന്റെ പ്രിപ്പറേഷൻ എന്നെ നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജനുവരി ലാസ്റ്റോട് കൂടിയിട്ട് എനിക്കൊരു മേല് മൊത്തം അലർജറ്റിക് ഇഷ്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിത്തത്തെയും എല്ലാത്തിനെയും നന്നായി എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പൊതുവെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ, അതായത് പ്ലസ് ടു രണ്ടാമത്തെ വർഷം പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു കുട്ടിക്ക് CUETക്ക് വേണ്ടിയിട്ടും പ്ലസ് ടുവിന് വേണ്ടിയിട്ടൊക്കെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് മറികടക്കാൻ പറ്റുന്നതല്ലേ ഉണ്ടാവുള്ളൂ യഥാർത്ഥത്തിൽ CUET എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതെ, യഥാർത്ഥത്തിൽ അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മള് മീൻസ് നമ്മുടെ സ്കൂളിൽ ഇപ്പൊ നമ്മള് എജുപോർട്ടിനെ വെച്ച് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഇതിനെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മറികടക്കാവുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചത്. നമുക്ക് എടുത്ത ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എല്ലാം എടുത്തു തരും. ജസ്റ്റ് A+, ഫുൾ മാർക്ക് കിട്ടാനുള്ളത് പോലും എടുത്തു തരില്ല. ജസ്റ്റ് A+ കിട്ടാനുള്ളത് മാത്രമാണ് നമുക്ക് എടുത്തു തരാം.
അപ്പൊ അതിന്റെ പരിമിതികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ +1 എജുകോട്ട് ഫോളോ ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ +1 അത്യാവശ്യം എനിക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. +2ലും എനിക്ക് ബോർഡ് എക്സാം ലെവല് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ഇതിനെ ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ സെക്ഷൻ ഒരു ക്ലാസ്സിനെ കണ്ട് പഠിച്ച് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ +2 മാത്രം മതി നമുക്ക് നല്ല സ്കോർ കിട്ടാനായിട്ട്. ഓക്കെ. എന്താണ് ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഓർക്കുന്ന സമയത്ത് പ്രിപ്പറേഷന് സഹായിച്ച ആളുകളെ കുറിച്ചൊക്കെ എന്താണ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്? എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് മെയിൻലി ബോട്ടണിയില് സുധീർ സാറിനെ പറ്റിയിട്ടാണ്. സാറ് പറഞ്ഞ ചില കാര്യങ്ങളാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. ഇന്ന് ഞാൻ സാർക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചിരുന്നു. സാർ ഇങ്ങനെ ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു. സാറ് പറഞ്ഞത് നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കൂ, നിങ്ങൾക്ക് നീറ്റ് എക്സാം ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ കുറെ എക്സാമുകൾ ഉണ്ടല്ലോ, നിങ്ങള് ഒന്ന് പോയി എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഇതിലും നല്ലത് ചിലപ്പോ വരാൻ ഇരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കും. അതുപോലെ തന്നെ നീറ്റിന്റെ അന്ന് രാവിലെ സാർ വോയിസ്, നീറ്റിന്റെ അന്ന് എക്സാം കഴിഞ്ഞതിന് ശേഷം സാറ് വോയിസ് ഇട്ടത് നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞു, പക്ഷെ ഇത് മാത്രമൊന്നുമല്ല, ഇനി ഒരുപാട് എക്സാംസ് ഉണ്ട്, നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഓക്കെ എക്സാം ഓക്കെ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്ത് നമുക്ക് ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എന്തായാലും കിട്ടുന്നുള്ള ഒരു ഉറപ്പാണ്. നമുക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാവും. അഗ്രികൾച്ചർ എന്ന് പറയുന്ന കോഴ്സ് പൊതുവെ ഒരു അപ്ലിക്കേഷൻ ലെവലിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ റിസർച്ച് ലെവലിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണ്. എന്താണ് അനഘ അഗ്രികൾച്ചർ BSc അഗ്രികൾച്ചർ ചെയ്തതിന് ശേഷമുള്ള അനഘയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്, വിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യാം. എനിക്ക് റിസർച്ച് ഫീൽഡ് പോകാനാണ് താല്പര്യം. എനിക്ക് റിസർച്ച് ചെയ്യണം, ഇതിനെ ബേസ് ചെയ്തിട്ട് പഠിക്കണം, പുറത്തു പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. നടക്കട്ടെ, അറിയില്ല നടക്കുന്നുള്ളത്. പുറത്തു പോകണം, അവിടെ റിസർച്ച് ചെയ്യണം, അതാണ് എന്റെ അൾട്ടിമേറ്റ് ഡ്രീം എന്നത്. യെസ്, അതിനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ CUT എക്സാമിനേഷൻ എഴുതുക, ഐക്കർ വഴി പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മികച്ച രീതിയിൽ ഏറ്റവും ടോപ്പായിട്ട് അവിടുന്ന് കൂടി അതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വലിയ ക്യാമ്പസ്, 5000 ഏക്കറിലധികമുള്ള ക്യാമ്പസ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കിട്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഫെസിലിറ്റീസും ഫാക്കൽറ്റീസിനെയും എക്സ്പോഷറിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അനഘക്ക് തുടർന്നും ഹയർ എഡ്യൂക്കേഷനിൽ വിദേശത്ത് പുറത്തൊക്കെ പോയിട്ട് പഠിക്കാനൊക്കെയുള്ള എല്ലാവിധ സാധ്യതകളും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവട്ടെ. അതിന് എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും. എജുകോട്ട് അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഫ്യൂച്ചറിൽ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇനി വരുന്ന നമ്മുടെ ജൂനിയേഴ്സിനൊക്കെ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാവിധ പിന്തുണയൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. എന്താണ് അപ്കമിങ്, അതായത് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എന്താണ് ഇപ്പൊ പറയാനുള്ളത് നിങ്ങൾക്ക്? നിങ്ങൾ ഏത് കോഴ്സ് എന്നുള്ളതല്ല, മെയിൻ ആയിട്ട് ഓരോ എക്സാംസും നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. മീൻസ് ഇഷ്ടമുള്ള ഏത് കോഴ്സാണോ ഇഷ്ടമുള്ളത്, ഇപ്പോ പലരും പറയും ഇന്ന കോഴ്സ് വലിയ സ്കോപ്പ് ഇല്ല, നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് അത് നന്നായി പഠിക്കുക. അപ്പൊ BSc അഗ്രികൾച്ചറിന്റെ കേസ് ആണെങ്കിൽ ഇതൊരു കോർ കോഴ്സാണ്. അപ്പൊ അത് കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഫീൽഡിലോട്ട് തിരിയാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ BSc അഗ്രികൾച്ചർ എടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിലോട്ട് നിങ്ങൾ തിരിയാം. നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ നിങ്ങളുടെ ഡ്രീം ചെയ്ത കോളേജ്, നിങ്ങളുടെ ഡ്രീം ചെയ്ത കോഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇനി അടുത്തൊരു ഇന്റർവ്യൂ ഏതെങ്കിലും ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി ആവട്ടെ എന്നത് ആശംസിക്കുകയാണ്. വിഷ് ഓൾ ദ ബെസ്റ്റ് അനഘ. താങ്ക് യു.